നമസ്കാരം. പശ്ചിമേഷ്യൻ മേഖലയിൽ തുടരുന്ന സംഘർഷങ്ങളും ആഗോള ഊർജ്ജ വിപണിയിലെ അനിശ്ചിതത്വവും ലോകത്തിലെ പല രാജ്യങ്ങളെയും ഊർജ്ജ സുരക്ഷയെക്കുറിച്ച് വീണ്ടും ആലോചിക്കാൻ നിർബന്ധിതരാക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് റഷ്യയിൽ നിന്നുള്ള ദ്രവീകൃത പ്രകൃതിവാതകം അഥവാ LNG ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ എടുത്ത പുതിയ നീക്കം ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നടപടിയായി വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് പാചകവാതകവും പെട്രോളും പോലുള്ള ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള ഊർജ്ജ വസ്തുക്കളുടെ വില നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഈ നീക്കം വ്യക്തമാക്കുന്നു. 7 വർഷങ്ങൾക്ക് മുമ്പ് ഗെയിൽ റഷ്യയുമായി ഒപ്പുവെച്ച 23 വർഷത്തെ ദീർഘകാല കരാർ ഇന്ന് ഇന്ത്യക്ക് വലിയ ശക്തിയായി മാറുകയാണ്. ആ സമയത്ത് ചിലർ ഈ കരാറിനെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ദീർഘകാല ഊർജ്ജ സുരക്ഷയെ മുൻനിർത്തിയെടുത്ത ആ തീരുമാനം ഇന്ന് എത്രത്തോളം ദീർഘദർശിയായിരുന്നുവെന്ന് ആഗോള സാഹചര്യങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ ഊർജ്ജവില വർധനവിന്റെ ആഘാതം നേരിടുമ്പോൾ ഇന്ത്യ തന്ത്രപരമായ കരാറുകളിലൂടെ തന്റെ ആവശ്യങ്ങൾ ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം ആഗോള ഗ്യാസ് വിതരണ ശൃംഖലയിൽ ഉണ്ടായ അനിശ്ചിതത്വം പല രാജ്യങ്ങളിലും ഊർജ്ജവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ അത്രത്തോളം ബാധിക്കപ്പെടാതിരുന്നതിന് പ്രധാന കാരണം കേന്ദ്ര സർക്കാർ വർഷങ്ങളായി രൂപപ്പെടുത്തിയ ബഹുമുഖ ഊർജ്ജ നയമാണ്. ഒരേയൊരു മേഖലയിലോ രാജ്യത്തിലോ ആശ്രയിക്കാതെ വിവിധ രാജ്യങ്ങളുമായി ഊർജ്ജ സഹകരണ ബന്ധങ്ങൾ സ്ഥാപിച്ച നയം ഇപ്പോൾ ഫലപ്രദമായി പ്രവർത്തിക്കുകയാണ്. റഷ്യയിൽ നിന്നുള്ള LNG ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള പുതിയ നീക്കം സാധാരണ വ്യാപാര തീരുമാനം മാത്രമല്ല, അത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ തന്നെ ശക്തിപ്പെടുത്തുന്ന തന്ത്രപരമായ നീക്കമാണ്. ആഗോള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും ദേശീയ താൽപര്യങ്ങളെ മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കാനുള്ള ആത്മവിശ്വാസം ഇന്ത്യയുടെ നയതന്ത്ര ശേഷിയെയും നേതൃപാടവത്തെയും പ്രതിഫലിപ്പിക്കുകയാണ്. പാചകവാതകത്തിന്റെ വില സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഇന്ത്യയിലെ കോടിക്കണക്കിന് കുടുംബങ്ങൾ അവരുടെ അടുക്കളയിൽ ആശ്രയിക്കുന്നത് LPG സിലിണ്ടറുകളാണ്. ഈ സാഹചര്യത്തിൽ ആഗോള വിപണിയിലെ വില വർധനവ് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് മാറ്റാതെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം ജനകീയവും ഉത്തരവാദിത്വപരവുമാണ്. വില വർധനവ് പരമാവധി നിയന്ത്രിക്കാനുള്ള ശ്രമം സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യ ഊർജ്ജ മേഖലയിൽ നടത്തിയ പരിഷ്കാരങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും ഇന്ന് വലിയ കരുത്തായി മാറിയിട്ടുണ്ട്. LNG ടെർമിനലുകൾ, ഗ്യാസ് പൈപ്പ് ലൈൻ ശൃംഖലകൾ, സംഭരണശേഷി എന്നിവ വർദ്ധിപ്പിച്ച നടപടികൾ രാജ്യത്തെ കൂടുതൽ സ്ഥിരതയുള്ള ഊർജ്ജ വിതരണ സംവിധാനത്തിലേക്ക് നയിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് റഷ്യയിൽ നിന്നുള്ള അധിക LNG ഇറക്കുമതി കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിൽ പോലും ഇന്ത്യ തന്റെ സ്വതന്ത്ര വിദേശ നയ നിലപാട് നിലനിർത്തിയിരിക്കുന്നു എന്നത് പ്രത്യേകം ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ്. ഒരു രാജ്യത്തോടും അനാവശ്യ വൈരാഗ്യം പുലർത്താതെ എന്നാൽ ദേശീയ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെയുള്ള സമതുലിത നയതന്ത്രമാണ് ഇന്ത്യ പിന്തുടരുന്നത്. ഇതുവഴി ലോകത്തിലെ വിവിധ ശക്തികളുമായും ഇന്ത്യക്ക് സൗഹൃദ ബന്ധം നിലനിർത്താനും ആവശ്യമായ ഊർജ്ജ സഹകരണങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ വളർച്ചയും വികസനവും തുടരാൻ സ്ഥിരതയുള്ള ഊർജ്ജ വിതരണം നിർണായകമാണ്. വ്യവസായങ്ങൾ, ഗതാഗതം, ഗൃഹോപയോഗം എല്ലാ മേഖലകളിലും ഊർജ്ജത്തിന്റെ പങ്ക് അതീവ പ്രധാനമാണ്. അതിനാൽ തന്നെ ഊർജ്ജ സുരക്ഷയെ ദേശീയ സുരക്ഷയുടെ ഭാഗമായാണ് ഇന്ത്യ കാണുന്നത്. ഈ ദൃഷ്ടികോണിലാണ് റഷ്യയിൽ നിന്നുള്ള LNG ഇറക്കുമതി വർദ്ധിപ്പിക്കുന്ന തീരുമാനം വലിയ പ്രാധാന്യം നേടുന്നത്. ഇന്ന് ലോകം മുഴുവൻ സാമ്പത്തിക അനിശ്ചിതത്വവും ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങളും നേരിടുമ്പോൾ ഇന്ത്യ സ്ഥിരതയും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നു. ശക്തമായ സാമ്പത്തിക നയം, ചിട്ടയായ നയതന്ത്രം, ദീർഘകാല പദ്ധതികൾ ഇവയുടെ സംയോജനമാണ് ഈ വിജയത്തിന് പിന്നിൽ. പാചകവാതകവും പെട്രോളും പോലുള്ള അവശ്യ വസ്തുക്കളുടെ വില നിയന്ത്രിക്കാനുള്ള ശ്രമം വെറും സാമ്പത്തിക നയം മാത്രമല്ല, അത് ജനക്ഷേമത്തെ മുൻനിർത്തിയുള്ള ഭരണത്തിന്റെ അടയാളം കൂടിയാണ്. സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സർക്കാർ എടുത്ത നടപടികൾ രാജ്യത്തിന്റെ ഭരണപരമായ കരുത്തിനെയും ഉത്തരവാദിത്ത ബോധത്തെയും വീണ്ടും തെളിയിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള LNG ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ സ്വീകരിച്ച തീരുമാനം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം ജനങ്ങളുടെ ജീവിത ചെലവ് നിയന്ത്രിക്കാനുള്ള ശക്തമായ ഇടപെടലായി വേണം വിലയിരുത്തപ്പെടേണ്ടത്. ദീർഘദർശിയായ നയങ്ങളും ശക്തമായ നേതൃത്വവും കൈകോർക്കുമ്പോൾ ഒരു രാജ്യം ആഗോള വെല്ലുവിളികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാമെന്നതിന് ഇന്ത്യ ഇന്ന് മികച്ച ഉദാഹരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.